നമ്മളെ വെച്ചിട്ട് കാശുണ്ടാക്കാനുള്ള മെയിൻലി ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ റിയലി ഹാപ്പി. ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും ഗ്രാഫിങ്ങിന് പോകാനായിരിക്കും താല്പര്യം ഉണ്ടാവും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമായി നമ്മളുടെ ക്യാരക്ടർ ഇത്രയും റീച്ച് ഔട്ടായി, ഇത്രയും പോപ്പുലറായി, ഒരു സിനിമ കൊണ്ട് തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ വേറൊരു നടനുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സിനിമ കൊണ്ട്, ഒരു കഥാപാത്രം കൊണ്ട് ഇത്രയും റീച്ച് കിട്ടിയ വേറൊരു നടനുണ്ട്. അപ്പോൾ അത് വലിയൊരു അംഗീകാരമാണ്. അതിനി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം. അത് റീച്ചൽ അതിനൊരു തുടക്കമാവട്ടെ. ഞങ്ങളും കാത്തിരിക്കാണ് ഡിസംബർ. റോഷനെ ദൃശ്യത്തിൽ കൊന്നത് പോരാഞ്ഞിട്ട് മലയാളികൾ റോഷനെ കൊല്ലാക്കൊല ചെയ്തോണ്ടിരിക്കുക. ട്രോൾസും വീഡിയോ റീക്രിയേഷൻ വീഡിയോസ് ആണ് ഇഷ്ടം പോലെ. ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ആയിക്കോട്ടെ, എവിടെ ഉണ്ടായാലും റീക്രിയേഷൻസ് വീഡിയോ. അതിലേക്ക് വരാം. അപ്പൊ അതിലേക്ക് ജോജിച്ചേട്ടൻ ഇപ്പൊ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന മൂവീസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സട്ടിലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, സട്ടിൽ നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും അതും ഒരു മീറ്റർ ഉണ്ട് ജോജിച്ചേട്ടന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് കഥാപാത്രം, എങ്ങനെയാണ്? ഞാനധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അഞ്ചക്കുള്ള കോക്ക എന്ന് പറയുന്ന മൂവി മാത്രം. പക്ഷെ അത് ലാസ്റ്റ് അത് നല്ല കഥാപാത്രമായിട്ടാണ് മാറുന്നത്. ഇതിൽ പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വേറൊരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. ഉഴപ്പനാണ്, മാന്യതയില്ല, മാന്യത വെടിഞ്ഞുള്ള കഥാപാത്രമാണ്.